പ്രമുഖ നേതാക്കളെ വെട്ടി കെ.പി.സി.സി പട്ടിക എ.ഐ.സി.സിക്ക് കൈമാറി. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കെ.പി.സി.സി പട്ടിക എ.ഐ.സി.സിക്ക് കൈമാറിയപ്പോൾ കോൺഗ്രസിൽ തർക്കം. സീറ്റ് മോഹിച്ച് മണ്ഡലങ്ങളിൽ സജീവമായ പല പ്രമുഖരായ നേതാക്കളെയും ഒഴിവാക്കിയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പുതിയ പട്ടികയ്ക്ക് രൂപം നൽകിയത്. സീറ്റ് ഉറപ്പിച്ച വി.എസ്. ശിവകുമാർ, കെ.എസ്. ശബരിനാഥൻ, എം. ലിജു, ബിന്ദു കൃഷ്ണ, മറിയ ഉമ്മൻ, ഷാനിമോൾ ഉസ്മാൻ, എ. ശുക്കൂർ, ബി. ബാബു പ്രസാദ്, അരിത ബാബു, അബിൻ വർക്കി തുടങ്ങിയവരൊന്നും പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ചില്ല. കണ്ണൂരിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് മുൻ കെ.പി.സി.സി പ്രസിഡന്റ് കൂടിയായ കെ. സുധാകരൻ എം പി. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം എംപിമാർ ആരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്നാണ്. ആ തീരുമാനത്തെയാണ് സുധാകരൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. എംപിമാരായ ശശി തരൂർ, കെ. സുധാകരൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ തുടങ്ങിയവരെല്ലാം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുവാൻ ശ്രമിച്ചിരുന്നു. സൗദി അറേബ്യയിൽ മിസൈൽ അവശിഷ്ടം വീണ് 2 പേർ മരിച്ചതിൽ ഇന്ത്യക്കാർ ഇല്ലെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. മരിച്ച 2 പേരും ബംഗ്ലാദേശ് പൗരന്മാരാണ്. പരിക്കേറ്റ 12 പേരിൽ ഒരാൾ ഇന്ത്യക്കാരനാണെന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്നാണ് കഴിഞ്ഞ ദിവസം സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. ദുബായിൽ സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഗ്ലോബൽ വില്ലേജ് താൽക്കാലികമായി അടച്ചു. സന്ദർശകരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചു. അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കില്ല. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ഗ്ലോബൽ വില്ലേജ് വീണ്ടും തുറക്കുന്ന തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചു. കരൂർ ദുരന്തത്തിൽ തമിഴ് സൂപ്പർ താരവും തമിഴക വെട്രിക്കഴകം അധ്യക്ഷനുമായ വിജയെ CBI വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. മാർച്ച് 10-ന് ഹാജരാകാനാണ് നിർദ്ദേശം. നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് വിജയ്ക്ക് CBI സമൻസ് അയച്ചത്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CMPക്ക് നൽകാനുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ തീരുമാനത്തിൽ കോൺഗ്രസിൽ വൻ പ്രതിഷേധം. മുൻ മന്ത്രി വി.എസ്. ശിവകുമാർ ഉൾപ്പെടെ പലരും സീറ്റ് സ്വപ്നം കണ്ട് രംഗത്തുണ്ടായിരുന്നു. ഇതോടെ രാജ്യഭീഷണി മുഴക്കി നിരവധി DCC ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ രംഗത്തുണ്ട്. പ്രമുഖ ചരിത്രകാരൻ KN പണിക്കർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷനായിരുന്നു. കേരള ചരിത്ര കോൺഗ്രസ് സ്ഥാപക അധ്യക്ഷനുമായിരുന്നു. ഇറാനിലെ പരമോന്നത നേതാവായി അയത്തുള്ള അലി ഖമനേയിയുടെ മകൻ മുജ്തബ ഖമനേയിയെ നിയമിച്ചതിനെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി ജനങ്ങൾ. മുജ്തബയുടെ നിയമനം ഒരു പാരമ്പര്യ ഭരണത്തിലേക്കുള്ള മാറ്റമാണെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. ടെഹ്റാൻ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങുകയും ഭരണകൂട വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തിരുന്നു. ഇന്റർനെറ്റ് നിയന്ത്രിച്ചും സൈന്യത്തെ വിന്യസിച്ചും ഈ നീക്കങ്ങളെ ഭരണകൂടം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട്. 2020 ലോകകപ്പിലെ മികച്ച താരവും മലയാളികളുടെ അഭിമാനവുമായ സഞ്ജു സാംസണ് സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് ഔദ്യോഗിക സ്വീകരണം നൽകി. മന്ത്രി വി. ശിവൻകുട്ടി, A. റഹീം MP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നേരത്തെ സഞ്ജുവിന് അഭിനന്ദനവുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും രംഗത്തെത്തിയിരുന്നു. ന്യൂസിലാൻഡിനെതിരെയുള്ള ആവേശകരമായ ഫൈനലിൽ നേടിയ ഐതിഹാസികമായ വിജയം ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയമിടിപ്പിനോളം ആഴമുള്ളതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ ഒതുക്കി കോൺഗ്രസ് നേതൃത്വം. നിലവിൽ ജോസഫ് വിഭാഗം മത്സരിക്കുന്ന 10 സീറ്റിൽ 4 എണ്ണം കോൺഗ്രസ് ഏറ്റെടുക്കും. ഏറ്റുമാനൂർ, ഇടുക്കി, കുട്ടനാട്, തൃക്കരിപ്പൂർ സീറ്റുകൾ കിട്ടിയേ തീരൂ എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. തൃക്കരിപ്പൂരിൽ ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് ജില്ലാ നേതൃത്വ യോഗം പ്രഖ്യാപിച്ചിരുന്നു. തൃക്കരിപ്പൂരിലും ഏറ്റുമാനൂരിലും ചുമരെഴുത്തും ആരംഭിച്ചിരുന്നു. കുട്ടനാട്ടിൽ ജോസഫ് വിഭാഗം നേതാവും വ്യവസായിയുമായ റെജി ചെറിയാൻ ഏറെ നാളുകളായി മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.